ഒരു പൂവെടുത്ത് ചന്ദനം എള്ള കുറച്ചായിട്ട് ചർച്ചയിൽ ചേർത്തുകൊണ്ട് പിടിക്കുക. കഴിവത് നിങ്ങൾക്ക് വെച്ചയാളുടെ പൂർണ്ണ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. മറ്റു ദിവസത്തെ നാള് അല്ലെങ്കിൽ തിഥി സ്വാമിയെ ധ്യാനിക്കുക. ബ്രഹ്മദേവനെ ആചാര്യനായും പരശുരാമസ്വാമിയെ സ്വീകർത്താവായും ശ്രീ മഹാദേവനെ ഗുരുസ്ഥാനീയനായും മനസ്സിൽ സങ്കല്പിക്കുക. 1201 ആണ്ട് കർക്കിടക മാസം 27-ാം തീയതി ഐന്ദ്രയും ജ്ഞാതപിതൃക്കളെയും അഗ്നിസ്രോതാദി പിതൃക്കളെയും തിരുവല്ലത്ത് ശ്രീ പരശുരാമസന്നിധിയിലേക്ക് ആവാഹയാമി. മരിച്ചയാളെ മാത്രം സങ്കല്പിച്ചുകൊണ്ട് ആ ദക്ഷയിലേക്ക് വയ്ക്കും. അതിലേക്ക് വെള്ളം കൊണ്ട് 3 പ്രാവശ്യം കൊടുക്കും. ഗംഗാഭിഷേകം സമർപ്പയാമി. കുറേശ്ശെ വെള്ളം ഒഴിക്കണം, കൈ കൊടയരുത്. ചന്ദനവും തീർത്ഥവും ചേർത്തിനോഭാഭിഷേക അക്ഷയ്യ പുടരീകാക്ഷ പ്രേതമുക്തി നീട്ടി എഴുതൊഴുതും. വീണ്ടും ഒരു പൂവെടുത്ത് മരിച്ചയാളെ സങ്കല്പിച്ച് മുഖത്തൊഴിഞ്ഞ് പൂർണ്ണരൂപ കുടുംബത്ത് മരിച്ചവരെയൊക്കെ സങ്കല്പിച്ച് തൊഴുതോളും. കൈ കിടക്കുന്ന പവിത്രം വിരി പൂവിരിക്കുന്ന ഇലയിൽ വയ്ക്കുക. ചോറിരിക്കുന്ന ഇലയിൽ അല്പം ചോറ് ആ ഇലയിൽ തന്നെ മാറ്റി വയ്ക്കണം. ബാക്കി എല്ലാം ചേർത്ത് വേണം പിണ്ട ഉരുട്ടാൻ. വേണമെങ്കിൽ 2 കൈയിലും എടുത്ത് ഉരുട്ടാം. സമർപ്പയാമി. പിതൃവിന്റെ നെറ്റിയിൽ തിലകം ചാർത്തുന്നതായി കണ്ട് പിതൃവിനെ കൊണ്ടുകൂടി സങ്കല്പിച്ച് ധർമ്മയിലേക്ക് ചെറുതായി പിതൃഭ്യോ നമഃ. ആ പാദങ്ങളെ തൊട്ട് നമസ്കരിക്കുക. പറയൂ പിതൃ. ആയില്ലേ തന്നെയാണ് കേട്ടോ. ശങ്കരൻ ചോറ് മാറ്റി വയ്ക്കണം. ബാക്കി പഴവും ചേർത്ത് കുഴച്ച് ഉരുട്ടി വയ്ക്കുക. ചോറ് മാറ്റി വെച്ച് ബാക്കി ചോറ് പഴവും ചേർത്ത് കുഴച്ച് ഉരുളയാക്കി ഒരു കൈ കൊണ്ട് വെച്ചില്ല 2 കൈ കൊണ്ട് ഉരുട്ടണം. ഉരുളയാക്കി ആ ഇലയിൽ തന്നെ വെക്കുക. എന്നിട്ട് കൈ ശുദ്ധിയാക്കി പവിത്രമിടുക. വിദർശാപകരം ശിഖം വംശവൃത്തി പ്രേക്ഷിതേ. ഓം നമോ നാരായണായ. सिंधु कावेरी जले अस्मिन् सन्निधिं कुरु. शौदो सागरा सर्वे तत्त्वविद्या समुद्रः. वेदो यजुर्वेदो अभि सामवेदो अदर्पणः. എല്ലാവരും ആ പൂജാസാധനങ്ങൾ വിശിഷ്ടായ പാർവതി പരമേശ്വര സന്നിധിയിലേക്ക് വെച്ച് പറയൂ പുഷ്പഹാരം സമർപ്പയാമി. മനസ്സുകൊണ്ട് വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് ഒരു നുള്ളു ചന്ദനം എടുക്കുക.
പിതൃവിന്റെ നെറ്റിയിൽ തിലകം ചാർത്തുന്നതായി കണ്ട് പിതൃവിനെ പൊട്ടുതൊടിയിക്കുന്നതായി സങ്കല്പിച്ച് ഗർഭയിലേക്ക് തൊടുക. കൈ നനയ്ക്കുക. പിന്നിലേക്ക് ചെറുതായി ഒന്ന് പിതൃഭ്യോ നമഃ. ആ പാദങ്ങളെ തൊട്ട് നമസ്കരിക്കുക. പറയൂ പിതൃ. ആ ഇലയിൽ തന്നെയാണ് കേട്ടോ. ശർക്കരയും ചോറ് മാറ്റി വെക്കണം. ബാക്കി പഴവും ചേർത്ത് കുഴച്ച് ഉരുട്ടി വെക്കുക. ചോറ് മാറ്റി വെച്ച് ബാക്കി ചോറ് പഴവും ചേർത്ത് കുഴച്ച് ഉരുളയാക്കി, ഒരു കൈ കൊണ്ട് പറ്റിയില്ല 2 കൈ കൊണ്ട് ഉരുട്ടണം. ഉരുളയാക്കി ആ ഇലയിൽ തന്നെ വെക്കുക. എന്നിട്ട് കൈ ശുദ്ധിയാക്കി പവിത്രയിടുക. കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സന്തതി പരമ്പരകളെയും